ഹയർ സെക്കൻഡറി മാത്സ് ലാബ് പരീക്ഷ നടത്താൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ലാബ് പരീക്ഷയ്ക്ക് രണ്ട് തരം സിസ്റ്റം സ്കൂളിൽ വേണം. ഒന്ന് ഈ കാണുന്നത് പോലെ ഒരു മെയിൻ സിസ്റ്റം ഒരെണ്ണം വേണം. അതിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കമ്പ്യൂട്ടർ ID 1 ആണ്. ഈ സിസ്റ്റത്തിലാണ് ലാബ് ഏതൊക്കെയാണ് ആ സ്കൂളിൽ ചെയ്തത് എന്ന് കൊടുക്കേണ്ടത്, ബാച്ചുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ബാച്ചിൽ കുട്ടികളെ ചേർക്കേണ്ടത്, അത് അവസാനം എക്സ്പോർട്ട് ചെയ്യേണ്ടത്. മറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എക്സാം സിസ്റ്റം എന്നാണ്, പരീക്ഷ നടക്കുന്ന സിസ്റ്റങ്ങൾ. അതായത് കുട്ടികളെ ഇരുത്തി പരീക്ഷ നടത്തുന്നത് നമ്മൾ എക്സാം സിസ്റ്റം എന്ന് പേര് പറയാം. അതിന് കമ്പ്യൂട്ടർ ID 2, 3, 4, 5 എക്സെട്ര കൊടുക്കുക. 1 ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യകൾ കൊടുക്കുക. നമുക്ക് ആദ്യം ഒരു മെയിൻ സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് പരിചയപ്പെടാം. ഞാൻ iExamൽ നിന്ന് നമുക്ക് കിട്ടുന്ന സോഫ്റ്റ്വെയർ ഇവിടെ കാണാം. അത് മാത്ത് ലാബ് ഡെമോ എക്സാം 2025. ഇതൊരു ഡെമോ ഫയലാണ്. ശരിക്കുള്ള സമയത്ത് നമുക്ക് iExamൽ നിന്നും ആ സോഫ്റ്റ്വെയർ കിട്ടും. നമുക്ക് ഡൗൺലോഡ് ചെയ്തിടുക സിസ്റ്റത്തിൽ. ഞാനതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എക്സ്ട്രാക്ട് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വരും. ഒരു ഫോൾഡറായിട്ട് ഇവിടെ രൂപപ്പെടും. ഇപ്പോൾ കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുക. അതിൽ install.sh എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എൻ്റെ അതിൽ റൺ ആസ് പ്രോഗ്രാം എന്നാണ് വരുന്നത്. ചിലപ്പോൾ ചില സിസ്റ്റത്തിൽ റൺ ഇൻ ടെർമിനൽ എന്ന് വരും. അല്ലെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ റൺ ആസ് പ്രോഗ്രാം സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ടെർമിനൽ തുറന്നു വരും. നമുക്ക് പാസ്വേഡ് സിസ്റ്റത്തിൻ്റെ അടിച്ചു കൊടുക്കണം. ഞാൻ ഏത് സിസ്റ്റമാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഓക്കെ, പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്തു. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റലേഷൻ പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ശരിക്കും ചെയ്യുന്നത് പുതിയൊരു യൂസർ ക്രിയേഷനാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കൊരു അതിന് പാസ്വേഡ് കൊടുക്കണം. ഓൾറെഡി അതിപ്പോൾ ചോദിച്ചിട്ടുണ്ട്, എൻ്റർ പാസ്വേഡ് ഫോർ ദ ന്യൂ യൂസർ. അപ്പോൾ ഞാൻ തൽക്കാലം അതിൻ്റെ പേര് LAB ലാബ് എന്നുള്ള തരത്തിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് അവിടെ പൂർത്തിയായി. ഞാനത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന യൂസർ അല്ലാതെ വേറൊരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്ത് ലാബ് പരീക്ഷ നടത്താനുള്ള സിസ്റ്റമാണ്. നമുക്ക് കുട്ടികൾ പരീക്ഷ എഴുതുന്ന എക്സാം സിസ്റ്റംസ് എങ്ങനെയാണോ മെയിൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് അതുപോലെ ചെയ്യുക. ആകെയുള്ള വ്യത്യാസം ഈ കമ്പ്യൂട്ടർ ID 1 ഒഴികെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും കൊടുക്കാം. 2, 3, 4, 5 എന്ന് പറയുന്നുള്ള സീരിയൽ നമ്പർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പുതിയ യൂസറിലേക്ക് കയറുമ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന യൂസറിൽ നിന്നും നിർബന്ധമായിട്ടും ലോഗ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ ലോഗ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗ് ഔട്ട് ആവുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ യൂസറിലേക്ക് എൻ്റർ ചെയ്യുക. ഞാൻ ആ പുതിയ യൂസറിലേക്ക് കയറിയിട്ടുണ്ട്, മാത്സ് ലാബ് എക്സാം എന്ന് പറയുന്ന യൂസറിലേക്ക്. നമുക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. സാധാരണ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആപ്ലിക്കേഷനിൽ പോയി ആക്സസറീസിൽ താഴെ അവിടെ ഉണ്ടാവും മാത്സ് ലാബ് ഡെമോ എക്സാം 2025 എന്ന്. ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഞാനത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ LAB എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അത് കൊടുക്കുക. എൻ്റർ. ഒരു ഓതൻറ്റിക്കേഷൻ ചോദിച്ചതാണ്. ഇപ്പോൾ ഓപ്പണായി വരുന്നതാണ് നമ്മുടെ പരീക്ഷ നടത്തുന്ന സോഫ്റ്റ്വെയർ. ഞാൻ ഇൻറ്റേർണലായിട്ടാണ് ഞാൻ ആദ്യം കയറാൻ പോകുന്നത്. ഏതാണോ നമ്മുടെ സ്കൂള് ആ സ്കൂളിൻ്റെ സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. പാസ്വേഡ് ഇൻറ്റേർണലിൻ്റെത് നമ്മളിപ്പോൾ ഈ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ABCD എന്നാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ പാസ്വേഡ് നമുക്ക് iExamൽ നിന്നും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ലോഗിൻ ID നിന്നും കിട്ടും. അപ്പോൾ തൽക്കാലം ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ABCD ലോഗിൻ. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് വെരിഫൈ ചെയ്യാം നമ്മുടെ സ്കൂളിൻ്റെ പേരും മറ്റു കാര്യങ്ങളൊക്കെ. രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് മെയിൻ സിസ്റ്റമാണ്.
അതിന് കമ്പ്യൂട്ടർ ID 1 നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 1 എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. ഇനി സ്കൂളിലെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 20 ലക്ഷം തുടങ്ങി 20,100,000 എന്നുള്ള തരത്തിൽ അത് സെറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള 101 പേരാണ്. അപ്പോൾ സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ് വരുന്നുണ്ട്. അപ്പോൾ 101 പേരെ കാണാം. ഇനിയിപ്പോൾ ഒരാളാണ് കൊടുക്കേണ്ടതെന്നുള്ളെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. 150 എന്ന് പറയുന്ന കുട്ടിയെ ചേർക്കണം. അപ്പോൾ ഞാൻ ഇവിടെയും അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേ നമ്പർ തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 150 തുടക്കവും അവസാനം സെയിം നമ്പർ. അപ്പോൾ ഒരു കുട്ടിയെ നമുക്കിപ്പോൾ അങ്ങോട്ട് ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ഏത് ബ്രേക്കപ്പ് നമുക്ക് ചേർക്കാം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. എന്നിട്ട് സേവ് ബട്ടൺ അമർത്തുകയാണ് ചെയ്യേണ്ടത്. നമ്മളതിപ്പോൾ ചെയ്ത് കണ്ടു. ക്ലോസ് ചെയ്യാം. അഥവാ വിട്ടുപോയാൽ വീണ്ടും നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഇനി ലാബ് സെലക്ഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള 12 ലാബ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ ലാബാണ് നമ്മൾ ചെയ്യിപ്പിച്ചത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് 12 ലാബ് സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞുള്ളത്. കൂടുതൽ സെലക്ട് ചെയ്താൽ ഇതുപോലെ പ്രോംപ്റ്റ് വരും. ഇനി സെക്കൻഡ് ഇയർ ലാബ് നമുക്ക് 2 എന്ന് തുടങ്ങുന്ന അവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ 7 സെലക്ട് ചെയ്താലേ അത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ബട്ടണൊക്കെ ഇവിടെ വിസിബിൾ ആയത്. കൺഫേം ലാബ് സെലക്ഷൻ. അപ്പോൾ അത് 12 നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ 12 സെലക്ട് ചെയ്താലേ ഇത് വരികയുള്ളൂ. അപ്പോൾ ഈ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി 12 സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ രീതിയിൽ ആണ് ഞാൻ കൊടുത്തത്. കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആർ യു ഷുവർ ടു കണ്ടിന്യൂ. അപ്പോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ കഴിയില്ല. അഥവാ നമ്മൾ സെലക്ട് ചെയ്ത ലാബ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് ഞാൻ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ പ്രോസസ്സിലൂടെ വീണ്ടും കടന്നു പോവുക. ഓക്കെ. അപ്പോൾ എൻ്റെ സെലക്ഷൻ കംപ്ലീറ്റ് ആയി. സ്റ്റാറ്റസ് ഒക്കെ അവിടെ കാണാം. 12 ലാബ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ ബട്ടണൊക്കെ ഇവിടെ പോയി. ഇപ്പോൾ നമുക്ക് ആ ലാബ് സെലക്ഷൻ്റെ ബട്ടണൊക്കെ പോയി. കാരണം ഇനി അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സെലക്ട് ചെയ്ത 12 ലാബ് ഇപ്പോൾ നമുക്കിവിടെ കാണാം. ഇനി ബാച്ച് ക്രിയേഷനാണ്. ബൈ ഡിഫോൾട്ട് ബാച്ച് 1 എന്ന് വരും. ഡേറ്റ് ഒക്കെ അവിടെ വരും. ആഫ്റ്റർനൂൺ ആണെങ്കിൽ ആഫ്റ്റർനൂൺ, ഫോർനൂൺ ആണെങ്കിൽ ഫോർനൂൺ. തൽക്കാലം ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബാച്ച് ക്രിയേഷൻ ഇവിടെ വരും. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്ത് അവിടെ കാണുകയും ചെയ്യാം. അപ്പം ബൈ ഡിഫോൾട്ട് ബാച്ച് 2 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ആഫ്റ്റർനൂണിൽ സെലക്ട് ചെയ്യുന്നു. സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ 2 ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് 2 കാണാം. ഒരു ബാച്ചും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ 10 എന്നുള്ള ഡേറ്റ് കൊടുത്തു. ഫോർനൂൺ എടുത്തു. സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ 3 ആയി. അപ്പോൾ നമുക്കിവിടെ കാണാം. തൽക്കാലം 3 ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ആവശ്യം അനുസരിച്ച് സ്കൂളിൽ എത്രയാണോ ബാച്ച് വേണ്ടത് അതനുസരിച്ച് എല്ലാ ബാച്ചും ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ജോലിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഓരോ ബാച്ചിലേക്കും കുട്ടികളെ ചേർക്കണം. അപ്പോൾ ബാച്ച് 1 സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള ബട്ടണൊക്കെ ആക്ടിവേറ്റഡ് ആയി. അതിന് മുമ്പ് അതൊന്നും ആക്ടിവേറ്റഡ് അല്ലായിരുന്നു. അത് ബാച്ച് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ബട്ടൺസൊക്കെ ആക്ടിവേറ്റഡ് ആയി. ഞാൻ ആഡ് സ്റ്റുഡൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനെ ഇവിടുന്ന് ചേർക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു 5 സ്റ്റുഡൻറ്റിനെ ചേർത്ത് അവിടെ നിർത്തുകയാണ്. നമുക്ക് 20 സ്റ്റുഡൻറ്റിനെ അവിടെ ചേർക്കാം. ഓക്കെ. സേവ് കൊടുക്കുന്നു. അപ്പോൾ ആ ബാച്ചിലേക്ക് കുട്ടികളെ സേവ് ആയിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്യുക. വീണ്ടും അടുത്ത ബാച്ച് എടുക്കുക. ഇപ്പോൾ ബാച്ച് 2 എടുത്തു. അതിലേക്ക് കുട്ടികളെ എൻട്രി ചെയ്യാണ്. നേരത്തെ ഉള്ള കുട്ടികളുടെ നമ്പേഴ്സ് അവിടെ കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതിലൊരു 6 കുട്ടികളെ ചേർത്തു. ഓക്കെ. അപ്പോൾ ഓക്കെ കൊടുത്തു. ദെൻ ക്ലോസ് ചെയ്തു. അടുത്ത 3ാമത്തെ ബാച്ചിലേക്ക് കുട്ടികളെ ചേർത്തു. ആഡ് സ്റ്റുഡൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിലൊരു 4 കുട്ടികളെ ചേർത്തിട്ട് ഞാൻ അവിടെ അങ്ങ് സേവ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ള കുട്ടികൾ മുഴുവൻ ചേർക്കാം. തൽക്കാലം ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി തൽക്കാലം അതൊക്കെ മതിയാവും. ഓക്കെ. ബാച്ച് എല്ലാം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ബാച്ച് നമ്മളിവിടെ എടുക്കുമ്പോൾ നമ്മൾ ആ ബാച്ചിലെ കുട്ടികൾ ഏതൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആഡ് ചെയ്തതെന്നുള്ളത് ഇവിടെ കാണാം. ഇപ്പോൾ ബാച്ച് 2 സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ നമ്മൾ 7 ഇവിടെ സെലക്ട് ചെയ്തായിരുന്നു. അവിടെ കാണാം.
ഇനി നോക്കൂ, ഇവിടെ ബാച്ച് 3 ഉണ്ട്. അതിവിടെ നോക്കുമ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ നമുക്കവിടെ കാണാം. ഇനി നമുക്ക് ചെയ്യേണ്ട ജോലി ഈ ബാച്ചിനെ മുഴുവനായിട്ടും എക്സ്പോർട്ട് ചെയ്തിട്ട് പരീക്ഷ നടത്താനുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ പോയിട്ട് എക്സ്പോർട്ട് ബാച്ച് ആൻഡ് ഷെഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. Are you sure you want to proceed with this action? It will disable the creation of batches and schedules. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി കുട്ടികളെ ആഡ് ചെയ്യാനോ പുതിയ ബാച്ച് ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അഥവാ നമ്മളിത് എസ് കൊടുത്തു, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു ബാച്ചിനെ ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ കുട്ടികളെ ഇനിയും ചേർക്കാനുണ്ടായിരുന്നു വിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഒന്നേന്ന് ഇത് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ യെസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതൊരു ITX ഫയലായിട്ട് സേവ് ചെയ്യും. അപ്പോൾ ഇത് എല്ലാ ബാച്ചും ഉണ്ട്. നമ്മൾ 3 ക്രിയേറ്റ് ചെയ്ത് 3 ബാച്ചും ഇപ്പോൾ അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പേര് ഓൾ ബാച്ചസ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള വാക്ക് അത് ഉപയോഗിക്കാം, അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സേവ് ചെയ്തിട്ടുണ്ട്. അത് സേവ് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിൽ അത് ഒരു ITX ഫയലായിട്ട് ഇപ്പോൾ അതവിടെ കാണാം. ഇതാണ് ബാച്ച് ക്രിയേഷൻ ഫസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ചെയ്തിട്ടുള്ള ITX ഫയലിനെ ഒരു പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ഫയൽ അവിടെ കാണാം. ഇനി നമ്മൾ ഇത് ഈ പെൻ ഡ്രൈവുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാം സിസ്റ്റത്തിലേക്ക് ഓരോന്നിലും നമ്മൾ ചേർക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ സിസ്റ്റത്തിൽ ചെയ്യാനുണ്ടായിരുന്നത്. അത് നമ്മൾ പൂർത്തിയാക്കി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, എക്സിറ്റ്. ഞാനിപ്പോൾ എക്സാം സിസ്റ്റത്തിൽ ഒരെണ്ണത്തിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഇന്റേണൽ എക്സാമിനറായിട്ട് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്റേണലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ABCD എന്നാണ്. സാധാരണഗതിയിൽ ഈ പാസ്വേഡ് നമുക്ക് iExamൽ നിന്നും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ലോഗിൻ ID നിന്നും കിട്ടും. ഞാൻ ലോഗിൻ കൊടുക്കുന്നു. സ്കൂൾ കോഡ് അവിടെ നോക്കി സ്കൂളൊക്കെ കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യുക. രജിസ്റ്റർ സ്കൂൾ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 കൊടുക്കണം. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഒരു പരീക്ഷ നടത്താനുള്ള സിസ്റ്റമാണ്. ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് ഇമ്പോർട്ട് ചെയ്യണം ബാച്ചസ് ആൻഡ് ഷെഡ്യൂൾ. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പെൻ ഡ്രൈവിൽ മെയിൻ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ITX ഫയൽ, അതായത് ഓൾ ബാച്ചസ് ITX ഫയൽ അവിടുന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇതിൽ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട് ആ ഫയല്. ഞാനിപ്പോൾ ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കാണാം ആ ITX ഫയൽ. ഞാനത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ബാച്ച് ഡീറ്റെയിൽസ് ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി. വളരെ സെക്കൻഡ്സിൽ ഈ കാര്യങ്ങൾ പൂർത്തിയാവും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ലാബുകൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മെയിൻ സിസ്റ്റത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആ 12 ലാബ് ഇപ്പോൾ ഇവിടെ കാണാം. നമുക്ക് പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ആദ്യം ഏതാ പരീക്ഷ നടത്തേണ്ടത്? ബാച്ച് 1 ആണെങ്കിൽ ബാച്ച് 1 നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാച്ച് 1 ആണ് പരീക്ഷ നടത്തണമെങ്കിൽ ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ബാച്ച് 1 തന്നെ നടത്തണം നിർബന്ധമില്ല. ബാച്ച് 2 വേണമെങ്കിൽ ആദ്യം നടത്താം, അല്ലെങ്കിൽ ബാച്ച് 3 വേണമെങ്കിൽ എടുക്കാം. ഞാൻ ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആർ യു ഷുവർ ടു ആക്ടിവേറ്റ് ദിസ് ബാച്ച്? എസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ബാച്ച് 1 എന്ന് പറയുന്നതാണ് നമ്മുടെ കറണ്ട് ബാച്ച്, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച്. അതിലെ കുട്ടികൾ നമുക്കിവിടെ കാണാം. ഇത്രയും ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇന്റേണൽ എക്സാമിനർക്ക് പിന്മാറാം. ഇനി ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ എക്സാമിനറാണ്. ഇപ്പോൾ ഈ ഇന്റേണൽ എക്സാമിനർ ചെയ്തിട്ടുള്ള ഈ പണി നമ്മൾ പരീക്ഷ നടത്താനുള്ള എല്ലാ സിസ്റ്റത്തിലും ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എക്സിറ്റ് ആവുകയാണ്.
പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്റ്റേണലായിട്ട് വീണ്ടും ആ സോഫ്റ്റ്വെയറിലേക്ക് കയറുന്നു. ഞാൻ എക്സ്റ്റേണലായിട്ട് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പാസ്വേഡ്, എക്സ്റ്റേണലിലെ പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 1 2 3 4 എന്നാണ്. ഈ പാസ്വേഡ് നമുക്ക് ആ എക്സ്റ്റേണലിൻ്റെ iExam ID-യിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ പരീക്ഷ നടത്താനായിട്ട് എക്സ്റ്റേണൽ എക്സാമിന് കയറി. നമ്മൾ ബാച്ച് 1 സെലക്ട്, ഇതാണ് പരീക്ഷ നടത്താൻ വേണ്ടി ഓൾറെഡി നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബട്ടനൊക്കെ കാണാം. ഇനിയും ബാച്ച് 2 ആണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ഹൈഡ് ആവും എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബാച്ച് 1 ആണ് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ കുട്ടി ആ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. രജിസ്റ്റർ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യ പേപ്പറൊക്കെ അവിടെ വരും. ആദ്യം ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു നോക്കിയതിന് ശേഷം സ്റ്റാർട്ട് പ്രാക്ടിക്കൽ എക്സാം ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഓക്കെ ടു ലോഡ് ക്വസ്റ്റ്യൻസ്, ആ കുട്ടിക്കുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ കാണാം. 6 ചോദ്യങ്ങളൊക്കെ അവിടെ ഇതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ചോദ്യം കാണാം. ചോദ്യത്തിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മളിത് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ആ ചോദ്യങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കവിടെ വിസിബിൾ ആവും. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് എക്സാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ചെയ്ത് താഴെ പോയി നിൽക്കും. അതിനുശേഷം കറണ്ട് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ ആ ചോദ്യ പേപ്പർ PDF-ൻ്റെ ഫോർമാറ്റിൽ അവിടെ വിസിബിൾ ആവും. ചോദ്യം ചെയ്യുക. അത് സാധാരണ നമ്മൾ പരീക്ഷ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ ആൻസർ സ്ക്രിപ്റ്റിൽ എഴുതി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി പൂർത്തിയാക്കുക. ആവശ്യമായിട്ടുള്ള ജിയോജിബ്ര ഫയലൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവും. അതൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ പരീക്ഷയ്ക്ക് 2 റെഡിമെയ്ഡ് അപ്ലറ്റ്സ് ആണുള്ളത്. അത് ലഭിക്കാനായിട്ട് നമ്മൾ ഹോമിൽ പോയിട്ട് അവിടെ 2 ഫോൾഡർ ഉണ്ടാവും. ഒന്ന് മാത്സ് ലാബ് പ്രോഡക്ട്സ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതേഴ്സ് ഉണ്ടാവും. അതേഴ്സിനകത്ത് മാത്സ് ലാബ് ഡോക്യുമെൻറ്റ്സ്, അതിൽ 2 ജിയോജിബ്ര ഫയലുകളാണ്. ഇത് രണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും. റെഡിമെയ്ഡ് അപ്പലറ്റ് ആണെങ്കിൽ റെഡിമെയ്ഡ് അപ്പലറ്റ് ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ നമുക്ക് കിട്ടും. പരീക്ഷയൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്കും ഫിനിഷ് എക്സാം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ എക്സ്റ്റേണലിൻ്റെ പാസ്വേഡ് കൊടുക്കണം. 1 2 3 4 കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പരീക്ഷയുടെ പ്രോസസ്സ് അങ്ങനെ പൂർത്തിയാവും. അപ്പോൾ അടുത്ത കുട്ടി കയറുമ്പോഴത്തേക്കും ഇതുപോലെ വീണ്ടും എടുത്ത് അത് ചെയ്തു തുടങ്ങും. ഒരു ബാച്ചിൻ്റെ പരീക്ഷ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ നടത്തുന്ന എക്സാം സിസ്റ്റത്തിൽ എല്ലാത്തിലും ഇൻറ്റേർണൽ എക്സാമിനർ ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഒരു സിസ്റ്റം കാണിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ നിലവിലൊരു ബാച്ച് ആക്റ്റീവായിരിക്കും. ആ ആക്റ്റീവായിട്ടുള്ള ബാച്ചിനെ നമ്മൾ ഫിനിഷ് കൊടുത്ത് ആ പ്രോസസ്സ് പൂർത്തിയാക്കണം. ആർ യു ഷുവർ ടു ഫിനിഷ് ദിസ് ബാച്ച് എന്ന് പറഞ്ഞാൽ ആ ബാച്ചിലേക്ക് ഇനി നമുക്ക് ആരെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ബാച്ചിൻ്റെ പരീക്ഷ പൂർത്തിയായി എന്നർത്ഥം. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ബാച്ച് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവരുടെ പരീക്ഷ ഉച്ചയ്ക്ക് ശേഷം നടത്താം. അപ്പോൾ ഒരു ബാച്ചിൻ്റെ പരീക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ അവരെ കൃത്യമായിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കണം. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പരീക്ഷ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആബ്സെൻ്റ് ആയ ഒരു കുട്ടിയെ എങ്ങനെ പരീക്ഷ എഴുതിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഒരു ബാച്ചിന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. ഉദാഹരണത്തിന് ബാച്ച് 3 മറ്റോ നടക്കുകയാണെന്ന് വിചാരിക്കാം. ബാച്ചിൽ 1 പരീക്ഷ എഴുതേണ്ട കുട്ടി ആ സമയത്ത് വന്നില്ല. ആ കുട്ടിയെ നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അതായത് ഇപ്പോൾ നിലവിലുള്ള കറണ്ട് ബാച്ചിലേക്ക് ചേർക്കണം. അല്ലെങ്കിൽ 5ാമത്തെ ബാച്ചിലുള്ള ഒരു കുട്ടിയെ നമ്മളിപ്പോൾ ഈ ബാച്ചിലേക്ക് ചേർക്കണം. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. എക്സ്റ്റേണൽ എക്സാമിനറായിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ബാച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻവിജിലേറ്റേഴ്സ് മെനു പോയി കഴിഞ്ഞാൽ അവിടെ ബാച്ച് റീഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു
ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആബ്സെൻ്റ് ആയ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി എഴുതാൻ ഉള്ള ഏതോ ബാച്ചിലുള്ള ഒരു കുട്ടിയെ ഞാൻ ഇങ്ങോട്ട് ചേർക്കുകയാണ്, അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, 12 അക്കോമഡേറ്റ്. നോക്കൂ, ആ കുട്ടിയെ ഞാൻ അവിടെ ചേർത്തു. ഇപ്പം ഞാൻ ഓൾറെഡി 2 കുട്ടികളെ ചേർത്തത്, നേരത്തെ ഒന്ന് ചേർത്തതാണ്, 2 കുട്ടികളെ. എന്നിട്ട് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബാച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാച്ചിൽ ആ 12 എന്ന് പറയുന്ന കുട്ടി ഇവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ആബ്സെൻ്റ് ആവുന്ന കുട്ടി അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ബാച്ചിൽ എഴുതാൻ പോകുന്ന കുട്ടിയെ നമുക്ക് കറണ്ട് ബാച്ചിലേക്ക് ചേർക്കാം. IT ഗണിത ലാബ് പരീക്ഷ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടത്തുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള സൗകര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് ഓരോ ബാച്ചിൻ്റെയും ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയും നമുക്ക് എക്സ്റ്റേണൽ ലോഗിൽ നിന്നും കിട്ടും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ ID 1, അതായത് മെയിൻ കമ്പ്യൂട്ടറിൽ എക്സ്റ്റേണലായിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ എക്സ്റ്റേണലായിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് 1ാമത്തെ ബാച്ചിൻ്റെ പരീക്ഷ തുടങ്ങാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോഗിൻ ചെയ്യണം. അതിനുശേഷം ബാച്ച് 1ൻ്റെ പരീക്ഷയാണെങ്കിൽ ബാച്ച് 1 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആൻസർ കീയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രോംപ്റ്റ് വരും. ദ PDF ഫയൽ ഈസ് സേവ്ഡ് ഇൻ ദ ഹോം ഡയറക്ടറി answer_key_1. അത് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ ആൻസർ കീ അവിടെ തുറന്നു വരും. അതിനകത്ത് ചോദ്യമുണ്ട്, അതിന് തുടർന്ന് അതിൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ആ 6 ചോദ്യത്തിൻ്റെയും, അതായത് ബാച്ച് 1ൽ നമ്മൾ കുട്ടികൾ കൊടുത്തിട്ടുള്ള 6 ചോദ്യത്തിൻ്റെയും ചോദ്യവും അതിൻ്റെ ആൻസർ കീയും നമുക്കവിടെ വിസിബിൾ ആവും. ഇനി 2ാമത്തെ പരീക്ഷ ബാച്ച് 2ൻ്റെ ആണല്ലോ, അത് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ബാച്ച് 2 ഇതുപോലെ ലോഗിൻ ചെയ്തിട്ട് ബാച്ച് 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ആൻസർ കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2ാമത്തെ ബാച്ചിൻ്റെ ആൻസർ കീ അവിടെ കിട്ടും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കാം, പരീക്ഷ നടത്താൻ എക്സ്റ്റേണൽ എക്സാമിന് ഒരുപാട് സഹായിക്കും. ഇത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരീക്ഷ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമുക്കിനി ഈ സോഫ്റ്റ്വെയർ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ID നമുക്ക് എങ്ങനെയാണ് കളയുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന MATLAB ഡെമോ എക്സാം 2025 ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അതിൽ വേറൊരു ഫോൾഡർ ഉണ്ട്, അൺഇൻസ്റ്റാൾ MATLAB എക്സാം, ഒരു സിപ്പ് ഫയലുണ്ട്. അപ്പോൾ ഞാനത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുമ്പോൾ അവിടെ uninstaller.sh എന്നൊരു ഫയൽ കാണും. ഞാനത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്തതുപോലെ റൺ ഇൻ ടെർമിനൽ കൊടുക്കുകയാണ്. റൺ ആസ് പ്രോഗ്രാം എന്നാണ് എൻ്റെ അതിൽ വരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കും ഡു യു വാണ്ട് ടു അൺഇൻസ്റ്റാൾ MATLAB എക്സാം എന്ന് ചോദിക്കുമ്പോൾ യെസ് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൊടുത്തു എൻ്റർ കൊടുക്കുമ്പോൾ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് വരും. ഓക്കെ, MATLAB ഹാസ് ബീൻ റിമൂവ്ഡ്, പ്ലീസ് റീസ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ യൂസർ അവിടെ പോയിട്ടുണ്ടാവും. ആ സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു തവണ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് ചെയ്യാൻ കഴിയില്ല. ഒറ്റ തവണ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അഥവാ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ഈ ഫയല് ഡിലീറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് വീണ്ടും ഒരെണ്ണം എക്സ്ട്രാക്ട് ചെയ്യുക ഇവിടുന്ന് നേരത്തെ കണ്ടതുപോലെ.